നമസ്തേ. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ മുഴുവനും നിറഞ്ഞു നിന്ന ഒരു പോക്സോ കേസ് പ്രതിയുടെ ചിത്രമുണ്ടായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നാടക നടനായിട്ടുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടേതാണ്. പലരും പലപ്പോഴും ഇത്തരത്തിലുള്ള പോക്സോ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഇവനൊക്കെ ഒരു മനുഷ്യനാണോ അതോ മനുഷ്യ മൃഗമാണോ എന്ന് കരുതിക്കൊണ്ട് ആ ന്യൂസ് ഫീഡും ഇങ്ങനെ തള്ളിവിട്ടിട്ടുണ്ടാവും, വിരലുകൊണ്ട് ഇങ്ങനെ ഉന്തി വിട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് കഴിഞ്ഞു വന്ന ഒരു കാര്യം മനസ്സിൽ അല്ലെങ്കിൽ കണ്ണിലുടക്കി എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് ഈ ഒരു ചിത്രവും വാർത്തയും ഒക്കെ ആയിട്ട് ഈ ന്യൂസ് ഫീഡ് വരുമ്പോൾ അതിലുണ്ടായിരുന്നത് ഇയാളുടെ കൊച്ചുമക്കളോട് ഇത്തരത്തിലുള്ള അതിക്രമം, കൊച്ചുമകളോട് ഇത്തരത്തിലുള്ള അതിക്രമം ചെയ്തിരുന്നു, അതിനും പോക്സോ കേസ് ഇയാളുടെ പേരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഇത് രണ്ടാമത്തെയോ ഒക്കെ കേസായിട്ട് മാറുകയാണ്. ഈ സംഭവം ഇവിടെ നിൽക്കട്ടെ. കാലം ചില സത്യം പോകെ പോകെ തെളിയിച്ചു തരുന്ന ചില സംഭവങ്ങളുണ്ട്. നമ്മളത് പലപ്പോഴും പല കേസുകളിലും പല സംഭവങ്ങളിലുമൊക്കെ അയ്യോ, ഇങ്ങനെയായിരുന്നു ഇതിന്റെ സത്യാവസ്ഥ എന്ന് ചിന്തിച്ചു പോകുന്ന സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട്. പലപ്പോഴും എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് അന്തിച്ചു പോയിട്ടുള്ള സാഹചര്യങ്ങൾ. അങ്ങനെ ഒരു സംഭവം ഇതിന് പിന്നിൽ കൂടിയുണ്ട്. അതാണ് പിന്നീട് എന്റെ കണ്ണിലുടക്കിയത്. നിങ്ങളിൽ എത്ര പേരത് അറിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഈ വാർത്ത കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് പറയാമെന്ന് കരുതിയത്. 2025 ഡിസംബറില് കണ്ണൂർ പയ്യന്നൂരിലെ രാമന്തളിയിൽ നടന്നിട്ടുള്ള ഒരു സംഭവമുണ്ട്. അവിടെ കലാധരൻ എന്ന് പറയുന്ന യുവാവും അയാളുടെ അമ്മയും രണ്ട് മക്കൾക്ക് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അന്ന് എല്ലാവരും ചേർന്ന് വിരൽ ചൂണ്ടിയത് ഈ കലാധരൻ എന്ന് പറയുന്ന 36 വയസ്സുകാരന്റെ ഭാര്യയിലേക്കാണ്. കാരണമായി പറഞ്ഞത് ആ ഭാര്യ, കലാധരന്റെ ഭാര്യ, കലാധരന്റെ അച്ഛനെതിരെ പോക്സോ കേസ് കൊടുത്തു എന്നുള്ളതാണ്. അവളുടെ ആ ഒരു കള്ളപ്പരാതി കൊണ്ട് ആ കുടുംബം മുഴുവനും ഇല്ലാതെയായി പോയി എന്നുള്ള വാർത്തകളാണ് പിന്നീട് വരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, പല കള്ളക്കേസുകളും പല കള്ളപ്പരാതികളും ഒക്കെ വരികയും അതിന്റെ പേരിൽ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്കത് ഇല്ല എന്നൊന്നും കണ്ണടച്ചു നിന്ന് പറയാൻ സാധിക്കില്ല. പിന്നീട് ഈ സ്ത്രീയെയാണ് എല്ലാവരും വേട്ടയാടിയത്. ഇവൾ എന്തൊരു മനുഷ്യ സ്ത്രീയാണ്, ഇവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ, രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്ന് ഓർക്കണ്ടേ, ഇതിപ്പോൾ ആ പയ്യനും അവന്റെ അമ്മയും ആ രണ്ട് കുഞ്ഞുങ്ങളും ഒക്കെ ഇല്ലാതെയായി പോയില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കലാധരനും ഭാര്യയും തമ്മിൽ അകന്നു കഴിയുകയായിരുന്നു. വിവാഹമോചനം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. കുട്ടിയെ ആരാണ് പരിപാലിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതും ഈ ഒരു പരാതി, അതായത് കുട്ടിക്കെതിരെ അച്ഛൻ മോശമായി പെരുമാറി എന്നുള്ള ഒരു പരാതി ഈ പറയുന്ന കലാധരൻ എന്ന് പറയുന്ന യുവാവിന്റെ ഭാര്യ കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരുടെ കുടുംബത്തിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായത്. ഈ യുവതി സത്യത്തിൽ അന്ന് കൊടുത്ത പരാതിയിൽ ഇവരൊന്ന് കണ്ണു തുറന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ, അമിതമായ വിശ്വാസം ആരിലും അർപ്പിക്കാതിരുന്നു എന്നുണ്ടെങ്കിൽ, ആ കുഞ്ഞുമക്കളും കലാധരനും അയാളുടെ അമ്മയും ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നേനെ. സത്യത്തിൽ ആ ഒരു വാക്ക് പറയുന്നതിൽ അർത്ഥമില്ല, കാരണം സംഭവിക്കേണ്ടത് സംഭവിച്ചു പോയി. പക്ഷേ ആ യുവതിയുടെ ഭാഗത്തായിരുന്നു അന്ന് സത്യം എന്നുള്ളത് ഇന്ന് തെളിയുകയാണ്. കാരണം അന്ന് ആ യുവതി നൽകിയ പരാതി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നാടക നടനും കലാധരന്റെ അച്ഛനുമായിട്ടുള്ള ആൾക്കെതിരെയായിരുന്നു. അപ്പോൾ സ്വന്തം കുഞ്ഞിന്റെ വേദനയും ബുദ്ധിമുട്ടും ഇതെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ഒരമ്മയായിരുന്നു കലാധരന്റെ ഭാര്യ എന്നുള്ളത് കാലം നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്ന സാഹചര്യമാണ്. അന്ന് അമിതമായിട്ടുള്ള കുടുംബത്തോടുള്ള സ്നേഹവും അമിതമായിട്ടുള്ള വിശ്വാസവും, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാളും ഒക്കെ ഉപരി ഇത്തരം കാര്യങ്ങൾ പുറത്തറിഞ്ഞത് കൊണ്ടുള്ള മനോവേദനയോ എന്തൊക്കെയാണ് ഇവരെ ഈ ഒരു കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ അന്ന് വന്നത് ഇത്തരത്തിലുള്ള അന്തചിത്രങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവർ ഇത് ആത്മഹത്യയിലേക്ക് കടന്നുപോയത് എന്നുള്ള വാർത്തകളായിരുന്നു.
ഇന്നിപ്പോൾ നോക്കണം, ഈ AK ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ക്രൂരനായ വൈകൃതം നിറഞ്ഞ ഒരു മനുഷ്യൻ 16-കാരനെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്, ചൂഷണം ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോ അന്ന് അയാളെ തിരുത്താമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അയാളെ അകറ്റി നിർത്തേണ്ടവനായിരുന്നുവെങ്കിൽ അകറ്റി നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സംഭവങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഈ 16-കാരനായിട്ടുള്ള വിദ്യാർത്ഥിയെ വീട്ടിലെത്തിച്ചിട്ടാണ് ഇയാൾ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചത്. ആ പേരിൽ ഒരു കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇത് കൂടാതെ മറ്റൊരു കുട്ടിയോട് കൂടി ഇയാൾ ഈ വൈകൃതം കാണിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഉണ്ടായിരുന്നു. അതിൽ ജാമ്യത്തിലായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യമൃഗം എന്നുള്ളത് ഇപ്പോ വാർത്തകളിലുടനീളം കാണുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. കലാധരൻ ഒരു തിരിച്ചറിവില്ലാതെ, അല്ലെങ്കിൽ ഒരു വിവേചന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, അമിതമായിട്ടുള്ള വിശ്വാസം ഒന്നിലും കൊടുക്കാതിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കുട്ടികൾക്ക് കൂടി ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ലായിരുന്നു. അന്ന് അയാളെ മാറ്റി നിർത്താനും കഴിയുമായിരുന്നു. കലാധരന്റെ ജീവിതവും ഇല്ലാതെയാകുമായിരുന്നില്ല എന്നുള്ളതാണ്. അന്ന് ആ സ്ത്രീ സത്യം വിളിച്ചു പറഞ്ഞപ്പോ ആ സ്ത്രീയെ എല്ലാവരും കൂടെ, സമൂഹം ഒന്നടങ്കം വേട്ടയാടിയ സംഭവമാണ് അന്ന് ഉണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കണം. കൊച്ചുമക്കളെ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. കൊച്ചുമക്കളോട് മോശമായി പെരുമാറുന്ന മുത്തച്ഛന്മാരുടെ വാർത്തകളൊക്കെ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളവരെ നമ്മൾ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചികിത്സ കൊടുത്താലൊന്നും ഈ പ്രായത്തിൽ ഇനി മതിയാകുമോ എന്നുള്ളത് അറിയില്ല. ഇവരെയൊക്കെ പിടിച്ച് പിന്നെ മരണം വരെ പുറത്തേക്ക് ഇറങ്ങാതെ ജയിലിൽ ഇടുകയാണ് വേണ്ടത്. കാരണം പുറത്തിറങ്ങിയാൽ, ഒന്ന് ആലോചിച്ചു നോക്കണം, കൊച്ചുമകൾക്കെതിരെ മോശമായി പെരുമാറി എന്ന പേരിൽ ആ കുട്ടിയുടെ അമ്മ തന്നെ സ്വന്തം മരുമകൾ അയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടും അയാൾ വീണ്ടും ഈ പ്രവൃത്തി തുടരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അയാൾ ഒരിക്കൽ പോലും അറിയാതെ എന്നുള്ളത് വാക്ക് പോലും ഉപയോഗിക്കരുത്, അയാളുടെ മനസ്സിലെ ആ വൈകൃതം ഒരിക്കലും മാറില്ല എന്നുള്ളതാണ് സമൂഹത്തോട് മുമ്പിൽ അയാൾ തുറന്നു വെച്ച കാര്യം. ഇപ്പൊ മാന്യതയുടെ മുഖംമൂടിയൊക്കെ അണിഞ്ഞ് അന്ന് ആ പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കാൻ കൂട്ടുനിന്നതാണ്. ഇന്ന് ആ പെൺകുട്ടി സ്വന്തം മകൾക്കുണ്ടായ ദുരവസ്ഥയും ഇത്തരത്തിലുള്ള ഒരു ട്രോമയും ഒക്കെ ആ കുട്ടിക്ക് ഉണ്ടായി എന്ന് മനസ്സിലായി ആ അമ്മ ആ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി അവൾക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങി തിരിച്ചതാണ്. അന്ന് ആ സ്ത്രീയെ എല്ലാവരും കൂടെ, നമ്മൾ പറയില്ലേ, എല്ലാവരും കൂടെ ചവിട്ടി കൂട്ടിയ അവസ്ഥയിലേക്ക് മാറി. ഇന്ന് നോക്കൂ, ഇന്ന് നേരെ തിരിച്ച് ഈ ഒരു സംഭവം തെളിയിക്കുന്നത്, കാലങ്ങൾക്ക് ശേഷം ആ സത്യം, അയാൾ എന്തായിരുന്നു, അയാൾ മനുഷ്യനായിരുന്നോ മനുഷ്യമൃഗമായിരുന്നോ എന്നൊക്കെയുള്ള കാര്യം തെളിയിക്കുന്നത് കാലമാണ്. പക്ഷെ ഇന്ന് കലാധരൻ നമുക്കൊപ്പമില്ല, കലാധരന്റെ അമ്മ നമുക്കൊപ്പമില്ല, ആ രണ്ട് കുഞ്ഞുമക്കളും ഇല്ല. 5ഉം 2ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് ഇത്തരത്തിൽ അവരുടെ ജീവൻ കൂടി എടുത്തുകൊണ്ടാണ് കലാധരനും കലാധരന്റെ അമ്മയും ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. പക്ഷെ അപ്പോഴും ഇയാൾ ജീവിച്ചിരുന്നു. ഇയാൾക്ക് അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. വിഷയമായിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾ പിന്നീട് ഈ ഒരു പ്രവൃത്തി ആവർത്തിക്കുമായിരുന്നില്ല എന്നുള്ളത് കൂടി നമുക്ക് ചിന്തിച്ചാൽ തെറ്റുണ്ടോ? ഇത്തരത്തിലുള്ള കുറെ നികൃഷ്ട ജീവികളുണ്ട്. ഇവരെയൊക്കെ സത്യത്തിൽ എന്തിനാണ് തുറന്നു വിടുന്നതെന്ന് അറിയില്ല. പിടികൂടിയാൽ പിന്നെ ജാമ്യം കൊടുക്കരുതെന്നേ. ഇത്തരത്തിൽ ആക്രാന്തം മൂത്ത് നടക്കുന്നവനെയൊക്കെ മുട്ടുകാല് തല്ലി ഓടിച്ച് മൂലക്കിടണം ജയിലിലെ എവിടെയെങ്കിലും. ഇവനൊക്കെ എന്തിനാണ് തുറന്നു വിടുന്നത്? ഓരോ അമ്മയ്ക്കും അച്ഛനും ഒക്കെ മനസ്സിൽ ഭയമാണ്. ഇത്തരത്തിലുള്ള ആളുകൾ നിറഞ്ഞ ഈ ലോകത്ത് കുഞ്ഞുമക്കളെ കൊണ്ട് ജീവിക്കുമ്പോൾ പലർക്കും ഉള്ളുകൊണ്ട് ഭയമാണ്. കാരണം കൂട്ടത്തിൽ ഇരിക്കുന്നവനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിലേക്കുള്ള വാർത്തകളാണ് നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരാളെയും മോശമായി കാണാനല്ല, ചിലപ്പോൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരാള് നല്ല സ്വഭാവമുള്ള ആളായിരിക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ മനസ്സാണ്, എപ്പോഴാണ് ചെകുത്താനാകുന്നതെന്ന് അറിയില്ല. ഈ കാര്യമാണ് കുഞ്ഞുമക്കളുള്ള എല്ലാ അമ്മമാരുടെയും നല്ല അച്ഛന്മാരുടെയും ഒക്കെ മനസ്സിലുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം കൂടിയുണ്ട്. ഈ പറയുന്ന AK ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന്റെ പ്രായം പോലും നോക്കാതെ ഇവനെയൊക്കെ അടിച്ച് ഒടിച്ച് ജയിലിലിട്ട് അവനൊക്കെ മരണം വരെ അവിടെ കിടക്കേണ്ടതാണ് എന്നുള്ളതാണ്
സാധാരണ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് വരുന്ന അഭിപ്രായം, എന്തിനാണ് ഇവനൊക്കെ പുറത്തിറങ്ങി നടന്നിട്ട്? ആർക്കും നന്മ ചെയ്യാനൊന്നും ഇവനെ കൊണ്ടൊന്നും കഴിയില്ല. ഇനി ഇവനെയൊക്കെ പുറത്തിറക്കി വിട്ടതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലല്ലോ. സത്യത്തിൽ ആരാണ് നമുക്ക് ചുറ്റുമുള്ളവര്? ഒന്ന് ആലോചിച്ച് നോക്കണം. അയൽപക്കത്തുള്ളവരോ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനല്ല ഇവിടെ ക്രൂരനായി മാറിയത്. ഇവിടെ ക്രൂരനായി മാറിയത് ആ കുട്ടിയുടെ മുത്തച്ഛനാണ്, അപ്പൂപ്പനാണ്. അപ്പോ ആരെ ഈ കാലത്ത് വിശ്വസിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം സമൂഹത്തിന് മുമ്പിൽ മുഴച്ച് നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ കമന്റ് ചെയ്യാനും മറക്കരുത്.